How to bargain in English. How to bargain in English. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ബാർഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാർഗെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വില പേശുക. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വില പേശാറുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വിലയാണ് ആ കടക്കാരൻ അല്ലെങ്കിൽ ഷോപ്പ് കീപ്പർ നമ്മളോട് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അദ്ദേഹത്തോട് ആവശ്യപ്പെടും. ഇതിനാണ് നമ്മൾ വില പേശുക എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് വില പേശാൻ പറ്റും. അപ്പോൾ സാധാരണ നമ്മൾ പ്രീമിയം സാധനങ്ങൾക്കൊന്നും അങ്ങനെ എന്ത് ചെയ്യാറില്ല, വില പേശാറില്ല. നമ്മൾ ടൂർ പോകുമ്പോൾ സ്ട്രീറ്റ് മാർക്കറ്റിലും മറ്റൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വില പേശുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൗ ടു ബാർഗെയിൻ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ ബാർഗെയിൻ ചെയ്യുക, വില പേശാം. ഇതിൽ ആദ്യമായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടാൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് വില പേശല്ല, അതിന്റെ വില നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ വില എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? ഹൗ മച്ച് ഈസ് ഇറ്റ്. സിമ്പിൾ ആയിട്ട് അങ്ങനെയാണ് ചോദിക്കുന്നത്. ഹൗ മച്ച് ഈസ് ഇറ്റ്, ഇതിന് എത്രയാണ്? ഇറ്റ്സ് 300 rupees. ഇറ്റ്സ് 300 rupees. അതിന് 300 രൂപയാണ്. ഇറ്റ്സ് 1000, അതിന് 1000 രൂപയാണ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് എങ്ങനെ ചോദിക്കാം? ഹൗ മച്ച് ഈസ് ഇറ്റ്, ഇതിന് എത്രയാണ് ചോദിക്കാം. ഇനി ഒന്നുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാം, ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, ഇതിന് എത്ര വിലയാകും? ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്, ഇതിന് എത്ര വിലയാകും എന്ന് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ ഹൗ മച്ച് ഈസ് ഇറ്റ്, ഇതിന് എത്രയാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി, ഹൗ മച്ച് ഈസ് ഇറ്റ്. ഇനി സ്റ്റാൻഡേർഡ് ആക്കുകയാണെങ്കിൽ ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ്. അപ്പോൾ ഇതിന്റെ ആൻസർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ഇറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ആൻസർ പറയുന്നത്. ഇറ്റ്സ് 300, ഇതിന് 300ആണ്. ഇറ്റ്സ് 1000, അതിന് 1000ആണ്. ഇറ്റ്സ് 2000, അതിന് 2000ആണ് എന്ന് പറയാം. ഇനി നമുക്ക് വില പേശലിലേക്ക് കിടക്കാം. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് അതിന് വില. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് തരിക എന്നുള്ളതിന് നമ്മളൊരു ഫ്രേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നോക്ക് ഓഫ്. നോക്ക് ഓഫ്, KNOCKOFF, നോക്ക് ഓഫ്. Can you knock off something for me? Can you knock off something for me? എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ? നമ്മൾ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യോ, എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കൂലേ. അപ്പോൾ ഇങ്ങനെയാണ്, ഒന്നുകിൽ ക്യാൻ യു നോക്ക് ഓഫ് സംതിങ് ഫോർ മീ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ. ചില ആളുകൾ ഞാൻ ചോദിക്കാറുണ്ട്, കുഡ് യു അഡ്ജസ്റ്റ് സംതിങ് ഫോർ മീ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ പുറത്തൊന്ന് പോയാൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അവിടെ നമ്മൾ നോക്ക് ഓഫ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും മനോഹരം. അപ്പോൾ കുഡ് യു നോക്ക് ഓഫ് സംതിങ് ഫോർ മീ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ. കുഡ് യു റെഡ്യൂസ് സംതിങ് ഫോർ മീ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് കുറച്ച് തരാൻ പറ്റുമോ. കുഡ് യു ലെസ് സംതിങ് ഫോർ മീ, എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് താഴ്ത്തി തരാൻ പറ്റുമോ. വില താഴ്ത്തുന്ന കേസാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ 4 രീതിയിലും പറയാം. അതുപോലെ തന്നെ നമ്മളൊരു ജാക്കറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു, അപ്പൊ ആ ജാക്കറ്റ് നമുക്ക് വാങ്ങിക്കണം. അപ്പൊ അതിന്റെ വില നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ആ വസ്തുവിന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം, ഹൗ മച്ച് ഈസ് ദിസ് ജാക്കറ്റ്, ഈ ജാക്കറ്റിന് എത്രയാണ്. ഹൗ മച്ച് ഡസ് ഇറ്റ് കോസ്റ്റ് ഫോർ ദിസ് ജാക്കറ്റ്, ഈ ജാക്കറ്റിന് എത്ര രൂപയാകും, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ മച്ച് ഈസ് ദിസ് ജാക്കറ്റ്, ഈ ജാക്കറ്റിന് എത്രയാണ് എന്ന് ചോദിക്കണം. അപ്പൊ അയാൾ പറയാണ് ഇറ്റ്സ് 1500, അതിന് 1500 രൂപയാകും എന്ന് പറയാണ്. ഇറ്റ്സ് 1500. അപ്പൊ നമ്മൾ പറയാണ്, ഓ മൈ ഗോഡ് ഇറ്റ്സ് പ്രെറ്റി ഹൈ. ഓ മൈ ഗോഡ് ഇറ്റ്സ് പ്രെറ്റി ഹൈ, ദൈവമേ അത് വളരെ കൂടുതലാണ്. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. ഹ്യൂജ് എമൗണ്ട് എന്നൊന്നും പറയണ്ട, നമ്മളിങ്ങനെ പറയുന്നത് ഇറ്റ്സ് പ്രെറ്റി ഹൈ, അത് വളരെ കൂടുതലാണ് ഏട്ടാ, അത് വളരെ കൂടുതലാണ്. ഇറ്റ്സ് പ്രെറ്റി ഹൈ, അത് വളരെ കൂടുതലാണ്. എന്നിട്ട് നമ്മൾ പറയുന്ന ഒരു ശൈലിയുണ്ട്, നമ്മളൊരു വില പറഞ്ഞിട്ട് ആ വിലയ്ക്ക് തരുമോ എന്ന് ചോദിക്കൂലേ. അതെങ്ങനെയാ ചോദിക്കുക? നമ്മളിപ്പോ 1500 പറഞ്ഞൊരു സാധനം 1000 രൂപക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെയാ ചോദിക്കുക? ഇറ്റ്സ് ബിറ്റ് മോർ ദാൻ ഐ വാണ്ടഡ് ടു പേ. ഇറ്റ്സ് ബിറ്റ് മോർ ദാൻ ഐ വാണ്ടഡ് ടു പേ, ഞാൻ തരാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഇറ്റ്സ് എ ബിറ്റ് മോർ ദാൻ ഐ വാണ്ടഡ് ടു പേ. ഹൗ അബൌട്ട് 1000 rupees? ഇറ്റ്സ് എ ബിറ്റ് മോർ ദാൻ ഐ വാണ്ടഡ് ടു പേ, ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഹൗ അബൌട്ട് 1000 rupees? ഒരു 1000 രൂപയ്ക്ക് എങ്ങനെ ഉണ്ടാവും? 1000 രൂപയ്ക്ക് തരാമോ എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. ഹൗ അബൌട്ട് 1000 rupees? 1000 രൂപയ്ക്ക് എങ്ങനെ ഉണ്ടാവും? ഇറ്റ്സ് എ ബിറ്റ് മോർ ദാൻ ഐ വാണ്ടഡ് ടു പേ, ഞാൻ തരാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതലാണ്. ഇറ്റ്സ് പ്രെറ്റി ഹൈ, ഇത് വളരെ കൂടുതലാണ്. ഹൗ അബൌട്ട് 1000 rupees? ഒരു 1000 രൂപയ്ക്ക് എങ്ങനെ ഉണ്ടാവും, നടക്കുമോ, എന്താ അഭിപ്രായം എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറയും
1000 രൂപയ്ക്കൊന്നും നടക്കില്ല. ഒരു ലാസ്റ്റ് നമുക്കൊരു 1250 നോക്കാം. ഒരു 250 രൂപ അയാൾ കുറച്ച് എന്നിട്ട് പറയാണ് ഒരു ഫൈനൽ പ്രൈസ് ആയിട്ട് നമുക്കൊരു 1250 നോക്കാം എന്ന് പറയാണ്. അതെങ്ങനെയാ പറയാ? 1250 നോക്കാം. യു ക്യാൻ ഹാവ് ഇറ്റ് 1250 ആസ് എ ഫൈനൽ പ്രൈസ്. ഫൈനൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവസാന വില, ലാസ്റ്റ് വില. യു ക്യാൻ ഹാവ് ഇറ്റ്, നിനക്കത് കിട്ടും. 1250 ആസ് എ ഫൈനൽ പ്രൈസ്, ഒരു അവസാന വില എന്നുള്ള നിനക്ക് ലാസ്റ്റ് ഒരു 1250 രൂപയ്ക്ക് ഞാൻ തരാം. ഫൈനൽ പ്രൈസ് ആയിട്ട് ഒരു 1250 നമുക്ക് അത് നിനക്ക് തരാം. യു ക്യാൻ ഹാവ് ഇറ്റ് 1250 ആസ് എ ഫൈനൽ പ്രൈസ്, ആസ് എ ലാസ്റ്റ് പ്രൈസ്. യു ക്യാൻ ഹാവ് ഇറ്റ് 1250 ആസ് എ ഫൈനൽ പ്രൈസ്. അവസാന വില എന്നുള്ള നിനക്ക് ഒരു 1250 നിനക്കത് വാങ്ങിക്കാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പ്രൊഡക്റ്റിന് നമ്മൾ വില ചോദിച്ചു. നമുക്കൊരു ഷൂവ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ ആ ഷൂവിന് എത്രയാണ് വില എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ ചോദിക്കുക? നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഹൗ മച്ച് ആർ ദീസ് ഷൂസ്? ഹൗ മച്ച് ആർ ദീസ് ഷൂസ്? ഈ ഷൂവിന് എന്താണ് വില? ഷൂ ഒരു പെയർ ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ ആർ ഉപയോഗിച്ചത്. ഹൗ മച്ച് ആർ ദീസ് പെയർ ഓഫ് ഷൂസ്? ഈ ജോഡി ഷൂവിന് എത്രയാണ് വില? അയാൾ പറയാണ് ഇറ്റ്സ് 1000 rupees. അതിന് 1000 രൂപയാണ്. ഇറ്റ്സ് 1000 rupees. അതിന് 1000 രൂപയാണ്. അപ്പൊ നമുക്കത് കൂടുതലാണെന്ന് തോന്നി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറയാണ് ഒരു 900 രൂപക്ക് തരുമോ അല്ലെങ്കിൽ ഒരു 800 രൂപക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു 800 രൂപക്ക് അത് തരാമോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാ ചോദിക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചോദിക്കുക, പക്ഷെ വ്യത്യസ്തമായ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. വിൽ യു ടേക്ക് 800 ഫോർ ദം? ഒരു 800 രൂപ തന്നാൽ മതിയാവോ? നിങ്ങൾ 800 രൂപക്ക് എടുക്കുമോ? ആ ഷൂ എനിക്ക് ഒരു 800 രൂപക്ക് തരുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വിൽ യു ടേക്ക് 800 ഫോർ ദം? അതിനൊരു 800 രൂപയ്ക്ക് എനിക്ക് തരുമോ? വിൽ യു ടേക്ക് 800 ഫോർ ദം? അതിനൊരു 800 രൂപ എടുത്തിട്ട് ആ സാധനം എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ 800 രൂപയ്ക്ക് എന്തായാലും അയാൾ തരൂല. അയാൾ ഒരു 50 രൂപ 100 രൂപയ്ക്ക് കുറക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ അയാൾ പറയാണ് 900 ഈസ് ദ ലാസ്റ്റ് ബെസ്റ്റ് പ്രൈസ്. 900 ഈസ് ദ ലാസ്റ്റ് ബെസ്റ്റ് പ്രൈസ്. 900 രൂപയാണ് അവസാനത്തെ ബെസ്റ്റ് പ്രൈസ്. അതിനേക്കാൾ കുറക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ തന്നെ ഞാൻ 100 രൂപ കുറച്ചിട്ടുണ്ട്. അപ്പോൾ 900 ഈസ് ദ ലാസ്റ്റ് ബെസ്റ്റ് പ്രൈസ്. ആർ യു ഓക്കെ? ആർ യു ഓക്കെ വിത്ത് ദിസ്? നിങ്ങൾ അതിന് ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് പറയും? ഏതായാലും കുറച്ച് കിട്ടിയാലേ ആ കിട്ടിയത് വാങ്ങിച്ചിട്ട് നമ്മൾ പോരും. അപ്പൊ ഈ രീതിയിലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാർഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനിയും ധാരാളം രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ മതിയാവും നമുക്ക് ഇനി മുതൽ വില പേശിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനും കച്ചവടം ഉറപ്പിക്കാനൊക്കെ. അപ്പൊ ഇനി മുതൽ ആ സാധനങ്ങളൊക്കെ നിങ്ങൾ അവർ പറയുന്ന വിലക്ക് വാങ്ങിക്കേണ്ട. ഇതുപോലെ ചോദിച്ച് വില കുറച്ചിട്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? യു എയിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ, പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ മാർക്കറ്റിലും മറ്റൊക്കെ പോകുന്ന സമയത്ത് ഇത്തരത്തിലൊക്കെ ഒന്ന് ബാർഗെയിൻ ചെയ്ത് നോക്കൂ. കൂടെ നിങ്ങൾക്ക് വില കുറച്ച് കിട്ടുകയും ചെയ്യും, നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.